ഹലോ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് മാംഗോ. മാമ്പഴം കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ അതെന്തൊക്കെയാണെന്നാണ്. ഈ മാമ്പഴം നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു നിസ്സാരക്കാരനല്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത് അറിയപ്പെടുന്നത് കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നാണ്, പഴവർഗ്ഗങ്ങളിലെ രാജാവെന്ന്. 100-ൽ പരം വ്യത്യസ്തമായ മാംഗോസ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവ ഓരോന്നിനും വൈവിധ്യമാർന്ന രുചികളുമായിരിക്കും. എന്തിനു പറയുന്നു, സൈസ്, ഷേപ്പ് ഇതുപോലും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ കളർ പോലും വ്യത്യസ്തമായിരിക്കും. നാം മാമ്പഴത്തെ കൺസിഡർ ചെയ്യുമ്പോൾ സൂപ്പർ ഡെലീഷ്യസ് ആയ ഒരു ഫ്രൂട്ട് മാത്രമല്ല ഇത്, കൂടെ ഇംപ്രസീവ് ആയ ന്യൂട്രീഷണൽ പ്രൊഫൈൽസ് അടങ്ങിയ ഒരു ഫ്രൂട്ട് കൂടെയാണ്. മാമ്പഴം കഴിക്കുന്നത് പലതരത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തെ സഹായിക്കും. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ദ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ഈറ്റിംഗ് മാംഗോ. ഒരു കപ്പ് മാംഗോ, ഏകദേശം 165 ഗ്രാം മാംഗോയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രീഷണൽ പ്രൊഫൈൽസ് അതെന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, കാലറീസ് 99, പ്രോട്ടീൻ 1.9 ഗ്രാംസ്, carbs 24.7 grams, fat 0.6 grams, fiber 2.6 grams, sugar 22.5 grams, vitamin C 67% of DRB. DRB എന്ന് പറയുന്നത് ഡെയിലി റെക്കമെൻഡഡ് വാല്യൂ ആണ്, ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യമായ ക്വാണ്ടിറ്റിയുടെ അളവ്. അതായത് വൈറ്റമിൻ സി 67% ഓഫ് DRB അല്ലെങ്കിൽ DV, ഡെയിലി വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ സിയുടെ 67% കിട്ടുമെന്ന്. അതുപോലെ കോപ്പർ 20% ഓഫ് DV, ഫോളേറ്റ് 18% ഓഫ് DV, വൈറ്റമിൻ B6 12% ഓഫ് DV, വൈറ്റമിൻ A 10% ഓഫ് DV, വൈറ്റമിൻ E 10% ഓഫ് DV, വൈറ്റമിൻ K 6% ഓഫ് DV, നിയാസിൻ 7% of DV, potassium 6% of DV, riboflavin 5% of DV, magnesium 4%, thiamine also 4% of DV. ഇതിൽ ഫൈബറിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഒരു കപ്പ് മാംഗോ, അതായത് 165 ഗ്രാം ഓഫ് മാംഗോയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ എന്ന് പറയുന്നത് ഏകദേശം 2.6 ഗ്രാംസ് ആണ്. അതായത് 12% ഓഫ് DV. ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യമായ ഫൈബറിന്റെ 12% ഈ ഒരു കപ്പ് മാംഗോയിൽ നിന്ന് കിട്ടുമെന്ന്. കാർബോഹൈഡ്രേറ്റും ഏകദേശം അതേ അളവിൽ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ മറ്റ് പല ആഹാര പദാർത്ഥങ്ങളും നമ്മൾ കഴിക്കാറുണ്ട്. എന്നാൽ ഫൈബറിന്റെ കേസ് അങ്ങനെയല്ല. ഫൈബർ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ദിവസേന കഴിക്കുന്നത് വളരെ കുറവായിരിക്കും. ഫൈബർ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരുപാട് ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് മാംഗോയിലെ ഫൈബർ കണ്ടന്റ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിക്കുന്ന ആഹാരത്തിലൊക്കെ കാലറി വളരെ കൂടുതലാണ് എന്ന് പേടിയുള്ളവർക്ക് വളരെ ധൈര്യപൂർവ്വം കഴിക്കാൻ ഉതകുന്ന ഒരു ഫ്രൂട്ടാണ് ഈ മാംഗോ. കാരണം മാംഗോയിൽ, ഒരു കപ്പ് മാംഗോയിൽ അടങ്ങിയിരിക്കുന്ന കാലറിയുടെ അളവ് വെറും 99 മാത്രമാണ്. പക്ഷെ കിട്ടുന്ന ന്യൂട്രീഷനോ വളരെ മികച്ചതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കുന്ന ആഹാരത്തിന്റെ കാലറി കുറവായിരിക്കണം, എന്നാൽ തൃപ്തിയായിരിക്കണം, അതുപോലെ തന്നെ ഫുള്ളായ ഒരു ഫീലും ഉണ്ടാകണം എന്നാണെങ്കിൽ മാംഗോ ഈസ് എ ഗുഡ് ചോയ്സ്. ഇനി പറയാൻ പോകുന്ന ഒരു ഹെൽത്ത് ബെനിഫിറ്റ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വളരെ സർപ്രൈസ്ഡ് ആയി പോകാം. മാംഗോസ് മേ കൺട്രോൾ യുവർ ഡയബറ്റീസ്. പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ ഈ മാമ്പഴം കഴിക്കുന്നതിലൂടെ സാധിച്ചേക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത്, സ്റ്റിൽ ദർ ഈസ് നോ എവിഡൻസ് ഫ്രഷ് മാംഗോ കഴിക്കുന്നത് ഡയബറ്റീസിന് കാരണമാകും എന്ന് തെളിയിക്കുന്ന ഒരു സ്റ്റഡിയും, ഒരു തെളിവും, ഒരു എവിഡൻസും ഇന്ന് നിലവിലില്ല. അത്തരത്തിൽ ഒരു സ്റ്റഡിയും പറയുന്നില്ല മാമ്പഴം കഴിക്കുന്നത് നിങ്ങളെ പ്രമേഹത്തിലേക്ക് നയിക്കുമെന്നോ അല്ലെങ്കിൽ പ്രമേഹ രോഗികൾ മാമ്പഴം കഴിക്കാൻ പാടില്ല എന്നൊക്കെ. സ്റ്റിൽ there is no evidence that suggests mango is unhealthy for diabetes. മാംഗോയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി, കരോട്ടിനോയിഡ്സ് ഇവയാണ് നിങ്ങളുടെ പ്രമേഹ സാധ്യത കുറയ്ക്കുന്നതും അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതും. ഇനി മാമ്പഴം നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തെ എങ്ങനെ സഹായിക്കുന്നു, കണ്ണുകളെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് നോക്കാം. നമ്മുടെ കണ്ണുകളിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് റെറ്റിന. ഈ റെറ്റിനയാണ് ലെൻസ് ഫോക്കസ് ചെയ്ത് വിടുന്ന ലൈറ്റിനെ ന്യൂറൽ സിഗ്നൽസ് ആക്കി മാറ്റുന്നത്. ഈ ന്യൂറൽ സിഗ്നൽസ് ആണ് പിന്നീട് ബ്രെയിനിലെത്തി നമുക്ക് കാഴ്ച സാധ്യമാകുന്നത്. മാംഗോയിൽ 2 കീ ന്യൂട്രിയൻസ്, 2 ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, ലൂട്ടീൻ ആൻഡ് സിയക്സാന്തിൻ. ഇവ രണ്ടും റെറ്റിനയിലാണ് ആക്ട് ചെയ്യുന്നത്. ഇവ നാച്ചുറൽ സൺബ്ലോക്ക് ആയും അധികമായി വരുന്ന ലൈറ്റിനെ അബ്സോർബ് ചെയ്തും കണ്ണിനെ സംരക്ഷിക്കും. അറ്റ് ദ സെയിം ടൈം ഹാംഫുൾ ആയ ബ്ലൂ ലൈറ്റിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കും. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൈറ്റമിൻ എ കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണുള്ളത്. ഈ വൈറ്റമിൻ എയുടെ ഒരു നല്ല കലവറയാണ് മാംഗോ. വൈറ്റമിൻ എയുടെ കുറവ് കണ്ണിന്റെ വരൾച്ചയ്ക്കും അതുപോലെ രാത്രികാലങ്ങളിൽ കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്കും കൊണ്ടെത്തി. ഈ ഒരു വൈറ്റമിൻ എയുടെ ഗുഡ് സോഴ്സ് ആണ് മാംഗോ. ഇനി അടുത്തത് ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടി. മാമ്പഴത്തിന് ചില ക്യാൻസറുകളെ ചെറുത്തു നിർത്താൻ സാധിക്കും.
മാംഗോയിലെ മഞ്ചിഫെറിൻ എന്ന പോളിഫീനോൾ ആണ് മാംഗോയ്ക്ക് ഈ ആന്റി ക്യാൻസറസ് ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ കോളോൺ ക്യാൻസർ, ലങ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ലുക്കീമിയ തുടങ്ങിയവയെ ചെറുത്ത് നിർത്താൻ കെൽപ്പുള്ള ഒരു പഴവർഗ്ഗമാണ് മാമ്പഴം. മാംഗോ ഓൾസോ സപ്പോർട്ട് ഹാർട്ട് ഹെൽത്ത്. ഹൃദയ ആരോഗ്യത്തിന് സഹായിക്കുന്ന ചില ന്യൂട്രിയൻസ് മാംഗോയിൽ അടങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ച മെഞ്ചിഫെറിൻ തന്നെയാണ്. ഈ കോമ്പൗണ്ടിന് ഹൃദയത്തിന്റെ സെല്ലുകൾക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, സെൽ ഡെത്ത് ഇതൊക്കെ പ്രിവെന്റ് ചെയ്ത് ഹൃദയത്തെ സംരക്ഷിക്കാൻ സാധിക്കും. അതുപോലെ ബ്ലഡ് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് ഇവയെ കൺട്രോൾ ചെയ്യാനും ഈ മെഞ്ചിഫെറിൻ എന്ന കോമ്പൗണ്ടിന് സാധിക്കും. പിന്നെ മാംഗോയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം അതുപോലെ മെഗ്നീഷ്യം ഹെൽത്തി ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യും. ബ്ലഡ് വെസലുകളെ റിലാക്സ് ചെയ്ത് ബ്ലഡ് പ്രഷർ നോർമൽ ആക്കും. ഇനി അടുത്ത് പറയുന്നത് ഡൈജസ്റ്റീവ് ഹെൽത്തിനെ പറ്റിയാണ്. മാംഗോയിൽ അധികമായി ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇവിടെ ഹെൽപ്ഫുൾ ആകുന്നത്. അതായത് ഫൈബറിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ തുടങ്ങിയ ഡൈജസ്റ്റീവ് ഇഷ്യൂസിൽ മാംഗോയിലെ ഫൈബർ കണ്ടന്റ് വളരെ സഹായകമാണ്. മാംഗോ കഴിക്കുന്നതിലൂടെ ഈ കണ്ടീഷൻസ് ഒക്കെ ഒഴിവാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച മാംഗോയിലെ ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഇതുപോലെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇനിയും വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ.